വയ്യാണ്ടായി. അല്ലടാ എന്റെപ്പ നീ അല്ലേ പറഞ്ഞു ചേട്ടൻ വലിയ ഓട്ടക്കാരനാന്ന്. എന്നിട്ടിപ്പ എന്തായി? ഓ കണ്ണൻ ചേട്ടാ പൊട്ടി. ഞാൻ ശരിയാക്കിയടാ. ശരിയാക്കല്ലേ? എന്നിട്ടോടാ കണ്ണൻ ചേട്ടൻ എല്ലാം അറിയാലേ? കുറച്ചൊക്കെ. അല്ല കണ്ണൻ ചേട്ടാ, കണ്ണൻ ചേട്ടാ മക്കളെ ഒന്ന് നേടാ. ഇവിടെ എവിടെയാ ഈ സുമാരന്റെ വീട്? തൂങ്ങി വെച്ചതേ നിന്നോടാ. ചൂട് ഈ സുമാരന്റെ വീട് ഏതാണെന്നറിയോ? എനിക്കറിയാം, ഞാൻ കാണിച്ചരാ. ഞങ്ങളെ കൂടെ ഒന്ന് വണ്ടി വെക്കട്ടോ. രണ്ടാളെയാ? പിള്ളേരല്ലേ, കേറിക്കോട്ടെ. നേരോട്ടോ. ഇതിപ്പോ ആകെ വള്ളികെട്ടായില്ലേ. ഞാൻ അച്ഛനോട് അപ്പോഴേ പറഞ്ഞതാ ഇങ്ങേരോടൊന്നും വീട്ടിൽ പോയി വിളിക്കണ്ടാന്ന്. ഇതിപ്പോ വഴിയും തെറ്റി രാത്രി പാതിരാവും. നാശം. അങ്ങനൊന്നല്ല, നിന്റെ അച്ഛന്റെ വർഷം ശരിക്കും രക്ഷപ്പെടുത്ത അയാളൊക്കെല്ലേ. ഇന്നൊന്നില്ലാണ്ടിരിക്കോ? അതാ. എന്ത് കാര്യം? നല്ല പണിക്കാരനാ. ഒരാളുടെ വണ്ടി ഓടിച്ചു നോക്കി കാര്യം പറയാൻ അറിയില്ലെങ്കിൽ പിന്നെ എന്ത് വണ്ടി പണിക്കാരൻ? അതുകൊണ്ടൊക്കെ തന്നെയാ കടവും കടത്തിന്റെ മുകൾ കടവായി തൂങ്ങി ചത്തേ. കഷ്ടായി. അതാ വീട്. പെട്ടെന്ന് എത്തിയില്ലേ? ഈ വീടാട്ടാ. വാ. ഇതന്നെയാണോടാ? ഇതന്നെ വീട്. വാ. അച്ഛമ്മേ, അയ്യോ ഇത് സുമാരനായിരുന്നോ? ആരാണ് മോനെ ഇവര്? ഇവരച്ഛനെ കൊണ്ട് പണിയെടുപ്പിച്ച ചേട്ടന്മാരാ. അതെ, ഞങ്ങള് കല്യാണം പറയാൻ വന്നാ. ആണോ? സുകുമാരന്റെ കൂട്ടുകാരാ. കേറി വാ മക്കളെ, കേറി വായോ. റേഷനരി പുറത്ത് കേട്ടാ. ചായ കുടിക്കും മക്കളെ. അവളൊരു തുണിക്കടയെ പോകണ്ടേ, തുണി എടുത്ത് കൊടുക്കാനേ. ഇപ്പൊ വരാറായിട്ടുണ്ട്. എന്നാലും എൻ്റെ മോനെ ഈ പൊട്ട ബുദ്ധി തോന്നിയത്. എൻ്റെ മോൻ അങ്ങോട്ട് പോയില്ലേ മക്കളെ? ഒന്നും ചോദിക്കാനും മേടിക്കാനും ധൈര്യമില്ലാണ്ട് എൻ്റെ മോനെ നടപ്പരയിലാണ്. എൻ്റെ മോൻ എന്നെ ക്ലാവിനായിട്ട് കൊണ്ട് കഷ്ടപ്പെടണ അവള്. എന്നാ പിന്നെ ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങിക്കോട്ടെ. കടയിന്ന് ചേച്ചി വന്നാ പറയണം സുമാരേട്ടന്റെ ആ കിടപ്പ് കാണാൻ വൈകുന്നേട്ടാ. അടക്കിന് വരാഞ്ഞ് ഒന്ന് മനസ്സിൽ വെക്കരുതിട്ടാ. കല്യാണത്തിന് എല്ലാരും വരണം. എന്താ മോനെ നീ വരണട്ടാ. നോക്കിപ്പോ. ഇനി എവിടേക്ക് പോണ്ടേ? തനിക്കിതിരി പച്ചരി വർത്താൻ അങ്ങോട്ട് മറക്കടോ. ഞാൻ അവിടെ നിന്ന് തിന്നാണ്ടാവും. എന്തേടാ നോക്കണേ? ബാഗ് മേടിച്ചില്ലല്ലേ? പക്ഷേ വേറൊരു സാധനം വാങ്ങിച്ചിട്ടുണ്ട്. നാളെ സ്കൂൾ തുറക്കുമ്പോ എന്റെ കണ്ണന് ചെത്തിപ്പോവാം. യൂണിഫോം ആയിരിക്കും. അതിന് കഴിഞ്ഞൊല്ലത്തൊന്നും ചീത്തയായില്ലല്ലോ, പിന്നെന്തിനാ? ഇഷ്ടായാ? ചെരുപ്പാ? ഇതൊന്നും അമ്മോട് ഞാൻ പറഞ്ഞല്ലേ. അത്രയ്ക്ക് പഴുതായിട്ടൊന്നുമില്ല, ഇക്കൊല്ലം കൂടി ഇടാം. ഇനിയിപ്പോ പുതിയത് വാങ്ങിയാലും സ്കൂൾ വിട്ട് വരുമ്പോഴേക്ക് അതിന്റെ നിറവും ചന്തവും ഒക്കെ മാറില്ലേ. ചെറുപണിക്കല്ലേ മക്കള് പോണേ അല്ലേ? ബുക്കൊന്ന് ഒക്കെ കുപ്പിയും
ആട്ടയും കൊണ്ട് നിറച്ചിണ്ടല്ലോ, ഒരു സാധനം നോക്കിയാൽ കാണില്ല. അമ്മ ഷർട്ടിൽ ചെളിയാവണോണ്ടാണോ ഷർട്ട് അടിച്ചിട്ടില്ലെന്ന് പറഞ്ഞ? നീ ആ ചായ ഒടിച്ച് പോവാൻ നോക്കിയേ. അയ്യേ, ഇന്നും ചായ മാത്രമാണ് അമ്മ. അമ്മയ്ക്ക് പുട്ടും ദോശയൊക്കെ ഉണ്ടാക്കിക്കൂടെ? പുട്ടും ദോശയും അടയും ഇഡ്ലിയും ഒക്കെ ഉണ്ടാക്കാം. എന്നിട്ടേ ഒരു ചായക്കടയും തുടങ്ങിയാലോ? എന്റെ കണ്ണാ, നിനക്ക് എന്തോ ഒന്നും മനസ്സിലാവാത്തേ? ഇന്നും കൊട്ട ചായ മാത്രമേ ഉള്ളൂ ഇവിടെ. കണ്ണാ, നാളെ മുതലേ നിനക്ക് ഇഷ്ടപ്പെട്ട ഉച്ചക്കഞ്ഞിയും പയറൊക്കെ കിട്ടുമല്ലോ സ്കൂളിൽ നിന്ന്. പിന്നെന്താ, നിനക്ക് ഈ തലയൊക്കെ ഒന്ന് ഒതുക്കി ചീകിക്കൂടെ കണ്ണാ? എന്ത് കോലത്. പിന്നെ ഇന്നു മുതലേ അപ്പുറത്തെ ഉണ്ണിയില്ലേ, ഉണ്ണി നിന്റെ കൂടെ സ്കൂളിൽ വരണേ. നീ കുറുമ്പൊന്നും കാണിക്കണ്ടേ, അവനെ സൂക്ഷിച്ച് കൊണ്ടുപോകണട്ടാ. അവന് കുറെ സംശയ, എന്നാലും കുഴപ്പമില്ല, പാവല്ലേ. ഉണ്ണിയുടെ കണ്ണൻ ചേട്ടന് കൊടുക്കാൻ പറഞ്ഞേ ഉണ്ണിയുടെ അമ്മ ഒരു സാധനം തന്നു വിട്ടുണ്ട്. പല്ലൊട്ടിയാ? ഇഷ്ടായോ? ആ, ദാ സൂക്ഷിച്ചു പോണട്ടാ. പോട്ടെ. അച്ഛമ്മേ, ഓ പോണ്ടാ. ആ പോയിക്കാ, പോയി 4 അക്ഷരം പഠിക്കേ ദേവിയേ. 4 ലക്ഷം അല്ലേ? ആദ്യത്തെ കണ്ണൻ ചേട്ടൻ വന്നു. ഇങ്ങനെ പോവാടാ. ഇതവിടെ പെട്ടിലേക്കോ? നവയ്ക്ക തുറക്കട്ടെ. ഇനി നീ ഓടിച്ചോ. കണ്ണൻ ചേട്ടൻ കൂടെ പോട്ടെ. ഓടിച്ചോടിക്കണേ. ഇതൊക്കെ കത്തോടാ സുബിയെ. കത്തുവന്നാ ഡൈനാമോ മോനെ, ഡൈനാമോ നിന്ന് കത്തും. വാ, നീ ഷർട്ട് മുന്നിട്ട് ചെളിയാവണ്. ഓ പിന്നെ പുതിയ ഷർട്ടല്ലേ, നിന്റെ ഷർട്ട് തൊട്ടിട്ട് എന്റെ കയ്യിലാ ചെളിയായേ. ഇന്ന് പേരടങ്ങ്. സുബിച്ചാണ്ട് വയൽ പുക്കാണ്. നിന്നെ കൊണ്ടൊന്നും തിന്നാൻ പറ്റില്ല, സൂക്ഷിച്ചില്ലേ തൊണ്ടയിലോട്ട് ചത്തു. നിന്റെ കയ്യിലെന്തുട്ടാ? പല്ലുട്ടി. പല്ലൊട്ടിയാ? അയ്യേ. അവരൊക്കെ സൈക്കിളിലാണ് ചേട്ടാ. ഒരു പല്ലട്ടി നോടാ. ചേട്ടൻ ബബിൾക്കം കഴിച്ചണ്ടാ? ആ, അത്ര രസമൊന്നുമില്ലടാ. കുറെ നേരം കഴിയുമ്പോഴേ മധുരം പോവും. പിന്നെ തനി റബ്ബറാ. എനിക്ക് പല്ലട്ടി ഇഷ്ടം. എനിക്കതാ പല്ലുട്ടി ഇഷ്ടം. കണ്ണൻ ചേട്ടാ, ഇപ്പഴേത് വെള്ളിയിലാണോ മോളെ? പേടിക്കണ്ട, വാ. ഞാനാണ് നിങ്ങളുടെ പുതിയ മലയാളം ടീച്ചർ. എൻ്റെ പേര് ദേവി എന്നാണ് കേട്ടോ. നമുക്ക് എല്ലാവർക്കും ഒന്ന് പരിചയപ്പെടാം. വാ, പേരെന്താ? ആതിര. എല്ലാരും കേൾക്കട്ടെ, ഉറക്കപ്പറ. ആതിര. എവിടുന്നാ വരണേ? വീട് എവിടെയാ? കൊളങ്കര. പേര് പറ. കണ്ടമോനെ, കണ്ണൻ ചേട്ടൻ പുറത്തിറങ്ങി നടക്കണ കണ്ട. സൈലൻസ്. ഞാൻ ഇന്നലെ മാഷേ ഈ കണ്ണനാണ്, ഇവനാണ് പുറത്തെറിച്ച മാഷേ. പുള്ളാണ് മാഷ ഇവൻ പറഞ്ഞത്. ഇവനാണ് എന്നെ ആദ്യം പിടിച്ചു നോക്കി എന്നെ ഷർട്ട് പുളിക്കാൻ നോക്കി. ഞാൻ ഒന്നുമില്ല മാഷേ, ഞാന് പുളിച്ചാൻ നിന്നിരുന്ന് പറയാൻ്റെ ഷർട്ടിലേക്ക് തെറിച്ചാ മാഷേ. പിന്നെ പിടിച്ചടിച്ചെന്തിനാ അറിയാം മാഷേ, ഞങ്ങളെ പേരൂട്ടി കളിക്കായിരുന്നു. അപ്പൊ ഇവനെ ബബിൾക്ക സുബീഷിനെ വിളിച്ചു മാഷേ. എനിക്ക് നല്ലൊരു പേരുണ്ട് മാഷേ, പി സുബീഷ്. എന്താടാ മാഷത്തിന് വഴി തന്നെ? ടീച്ചർ പോയി. 2.5 കൊടുക്ക് മാഷ. ഒരു കാര്യമില്ല ടീച്ചറെ, വെറുതെ വടി ഓടിയാന്നല്ലാണ്ട്. ഇങ്ങോട്ട് നിൽക്കടാ. മാഷേ മാഷേ വേണ്ട മാഷേ. മാഷേ വേണ്ട മാഷേ. മാഷേ എന്നെ കൈ പഠിച്ചായി. കിട്ടില്ലേ? പൊക്കോ. പഴം പോയില്ലേ? ഒരു രണ്ടെണ്ണം കിട്ടില്ലേ? ഒരു പോണ്ടേ കൂട്ടും ചേട്ടാ. എടാ നിന്റെ ട്രൗസർ ഒരു കോളം എത്തി വലിച്ചേട്ടാ. അത് എന്തുട്ട് കൊടുത്താ മാഷേ? ഇങ്ങനെ ഉണ്ടാവില്ലേ? ഓ ഇനി ചാവടി മാഷ. ടീച്ചർ ചാടുന്നത് എല്ലാ ദിവസവും ഉച്ചക്ക് സുഖാലേ വിട്ടാല്? എത്ര പെട്ടെന്ന് സ്കൂൾ തുറന്നത്. നാശം. എനിക്ക് സ്കൂള് തുറക്കണത് ഇഷ്ടം. അതെ, ഈ പരീക്ഷയും അടിയൊന്നും ഇല്ലെങ്കിലേ സ്കൂള് നല്ലാടാ, അല്ലെങ്കിലോ നരക. എന്തുട്ടാ കണ്ണൻ ചേട്ടാ? കണ്ണൻ ചേട്ടന് സുഖല്ലേ? കണ്ണൻ ചേട്ടൻ ഇന്ന് വരാന്തേ കൂടെ സുബിച്ചാണ്ട് കൂടെ നടക്കണ ഞാൻ കണ്ടതാ. ഓ അതെ, അത് നിനക്കും പറ്റൂടാ. അതെ, നീ വലിയ ക്ലാസ്സിലാകുമ്പോഴേ മാഷന്മാരൊക്കെ നിന്നെ വിളിപ്പിക്കും. അപ്പം നിനക്ക് മനസ്സിലാവും. അതല്ലേ, വേഗം വലുതായ മതിയെന്ന്.
പോരണ്ട പിള്ളേരെ. അതിന് വണ്ടി നിർത്തിയതല്ലേ. ഉച്ചയ്ക്ക് നിന്റെ അച്ഛൻ്റെ കടയിൽ നിന്ന് ചോറിട്ടെ ഇപ്പൊ ഉന്നപ്പം കളിക്കാൻ കളിയിലുണ്ട്. ഉണ്ണിയപ്പം നല്ലതാണെന്ന് ചേട്ടാ. നല്ല മണമുണ്ട് തിന്നാലേ. നല്ല രസമുണ്ട് ഇപ്പം. അമ്മ ഉണ്ടാക്കിയതാ. ആ ഉണ്ണിയുടെ അച്ഛൻ്റെ കടയിൽ ഇത് വിറ്റൂടെ? അയ്യോ അത്രയ്ക്കൊന്നും നന്നായിട്ടില്ലടാ. ഇനിയും ശരിയാവാണ്ട്. അല്ലേലും നമ്മൾ തിന്നണ പോലെയാണോ നാട്ടുകാർ കൊടുക്കണേ? നന്നായില്ലെങ്കിലേ കളിയാക്കും. മോശല്ലേ? ഏയ് നന്നായിണ്ടല്ലോ. ഇത് അമ്മയ്ക്കും അച്ഛമ്മയ്ക്കും കൊണ്ടുകൊടുത്തോട്ടാ. എന്താ പിടിക്ക്. നീയും ചായക്ക് കഴിച്ചോട്ടാ. അല്ല നിന്റെ യൂണിഫോമിൽ ഇത് എന്തോരം ചെളിയാടാ. ഇതിപ്പേ അമ്മ വരുന്നതിന് മുന്നേ മാറിയിട്ടോട്ടാ. അല്ലേ നല്ല കിട്ടും. അയ്യോ അടുപ്പത്ത് കരിഞ്ഞാവോ. ഞാൻ പോവാടാ. മോനെ നീ എന്തുട്ടാ അവിടെ കുത്തി പിടിച്ചോണ്ടിരിക്കണത്? ആ നേരം പുസ്തകം എടുത്ത് 4 അക്ഷരം പഠിച്ചേ. ആ ഇതും പഠിക്കണ തന്നെയാ. ആ ഇത് തന്നെയായിരുന്നു അച്ഛനും. ഇതേപോലെ എന്തൊക്കെ ഉണ്ടാക്കിയതാണ്. എന്നിട്ടോ പഠിക്കാണ്ട് ഇങ്ങനെ ഓരോന്നും ശരിയാക്കി ഇങ്ങനെ നടന്ന് അവസാനമായപ്പോൾ ഒന്നുമില്ലാണ്ടായി. ദൈവേ എൻ്റെ അമ്മയുടെ കാലിന്റെ വേന എങ്ങനെയുണ്ട്? വേദനയൊന്നും മാറിയിട്ടില്ല. നീ എന്തിനാണ് ഇതും കൊണ്ട് ഈ ഇരുട്ടത്ത് വന്നേ? നാളെ കൊണ്ടുവന്നാ പോരെ? കണ്ണൻ ചേട്ടനോ? കണ്ണൻ ചേട്ടൻ്റെ അവിടെ ഇരിക്കണ്. കണ്ണൻ ചേട്ടാ ഇതൊന്നും ഇട്ടോ ചെയ്യണേ. ഇതേ നാളെ ശാസ്ത്ര ക്ലബിന് ഫസ്റ്റ് അടിക്കുക. ഇതൊന്നും ഇട്ടോ സാധനം. പൊടി വലിച്ചെടുക്കണ യന്ത്രാടാ. ഇതമ്മയുടെ തുണിക്കടലില്ലേ, ഞാൻ പോയപ്പോ കണ്ടതാ. കരട് വലിച്ചെടുക്കണ യന്ത്രം കാണിച്ചെങ്കിൽ കണ്ട വലിച്ചെടുക്കണ ഇതാണ് സാധനം. കണ്ട കണ്ണൻ ചേട്ടാ കലക്കി. ഇതെങ്ങനെയാണ് ഇതൊക്കെ ഉണ്ടാക്കാൻ പഠിച്ചേ? ഞാൻ കാണിച്ചരാ. പൊരിയാ കണ്ട ഇത്ര നോക്കട്ടെ. അപ്പൊ കണ്ണൻ ചേട്ടാ തന്നെ ഫസ്റ്റ്. കണ്ണൻ ചേട്ടാ പേടിക്കണ്ട. ഇല്ലാത്ത പാടായി. ആ ചെമ്മണി എടുത്ത് കത്തിച്ചേ. ഇതിലൂടെ വെള്ളം വന്ന് ഈ ചക്രത്തിൽ വീഴുമ്പോൾ ഈ ചക്രം കറങ്ങുന്നു. അങ്ങനെ കറണ്ട് ഉണ്ടാവുന്നു. അതിലൂടെ പോസ്റ്റിലേക്ക് കറണ്ട് പോകുന്നു. അതൊക്കെ എനിക്കറിയാം, ഞാൻ കണ്ടിട്ടുണ്ട്. കറണ്ട് ഉണ്ടാക്കുന്നു, ബൾബ് കത്തുന്നു അല്ലേ? ഈ കറണ്ട് എങ്ങനെ ഉണ്ടാവുന്ന അറിയാം? ഈ ഊർജ്ജ മാറ്റങ്ങളെ കുറിച്ച് പറയാനറിയോ? അറിയില്ല. ആ അവിടെ പോയിരുന്നേ. ഒന്നുമില്ലെങ്കിൽ നീ ഇത് വാങ്ങിച്ചുകൊണ്ടുവന്നത്, അല്ലെങ്കിൽ നിനക്കിത് ആരെങ്കിലും ഉണ്ടാക്കി തന്നതായിരിക്കും. സത്യം പറയടാ, ആരുണ്ടാക്കി തന്നാ? എനിക്ക് ഉണ്ടാക്കാൻ അറിയാം, പക്ഷെ പറയാറിയില്ല. ആ ഇതൊക്കെ ഉണ്ടാക്കാൻ അറിയാന്നുണ്ടെങ്കിൽ അത് പറയാനും അറിയണം കേട്ടാ. അതായത് ആരെങ്കിലും ഉണ്ടാക്കിയത് അടിച്ചു മാറ്റിക്കൊണ്ടുവന്നാലേ നിനക്കത് ഒട്ടും പറയാൻ പറ്റില്ല. ഒരു സാധനം കൊണ്ട് വന്നേക്കുന്ന ശാസ്ത്രജ്ഞൻ. സ്കൂൾ പോട്ടിന് മുമ്പ് നിങ്ങളടുത്ത് എല്ലായിടത്തും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സ്കൂൾ തുറക്കുമ്പോൾ ശാസ്ത്രമേള ഉണ്ടാവും, എല്ലാവരും എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊണ്ടുവരണമെന്ന്. ഇതിപ്പോൾ നല്ലൊരു സാധനം ആരും കൊണ്ടുവന്നിട്ടില്ല. കഷ്ടം തന്നെ. ഇനി ആരെങ്കിലും എന്തെങ്കിലും ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ടോ? സ്വന്തമായിട്ട് ഉണ്ടാക്കി കൊണ്ടുവന്നെങ്കിൽ മാത്രം ഇവിടെ കൊണ്ട് കാണിച്ചാൽ മതി. ഉണ്ടാക്കിയിട്ടുണ്ടോ? പക്ഷെ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ കൊണ്ടുവരൂ. ആ ഇത് കൊള്ളാലോ, ഇത് പുതിയതാണല്ലോ. ഇതിന്റെ പ്രവർത്തനങ്ങൾക്ക് വിശദീകരിക്കാൻ പറ്റുമോ? ആ പറ്റും മാഷേ. ഒന്ന് എല്ലാവരോടും പറഞ്ഞു കൊടുത്ത്. ആ ഇയാള് തന്നെ ഈ ആപ്പിൾ ഇയാളുടെ വായിലുള്ള ഉമിനീരുമായി കൂടിക്കലരുന്നു. അതിനുശേഷം ആ ആപ്പിൾ ഇയാളുടെ അന്നനാളത്തിലെത്തുന്നു. അന്നനാളത്തിലെത്തിയ ശേഷം അവിടെ നിന്ന് അത് നേരെ ആമാശയത്തിലെത്തുന്നു. ആമാശയത്തിലെത്തിയ ആപ്പിളിനെ അവിടെ വെച്ച് ചതച്ചരയ്ക്കപ്പെടുന്നു. അതിനുശേഷം ആ ആപ്പിൾ നേരെ ഈ ചെറുകുടലിലേക്ക് എത്തുന്നു. ചെറുകുടലിലേക്ക് എത്തിയ ആപ്പിളിൽ നിന്നുള്ള എല്ലാ പോഷകങ്ങളും ചെറുകുടൽ വലിച്ചെടുക്കുന്നു. അങ്ങനെ ആപ്പിൾ വീണ്ടും അവിടെ നിന്ന് വൻകുടലിലേക്ക് എത്തുന്നു. വൻകുടലിലേക്ക് എത്തിയതിനു ശേഷം ആ ആപ്പിളിലുള്ള അഥവാ അവശിഷ്ടത്തിലുള്ള എല്ലാ ജലാംശവും ഈ വൻകുടൽ വലിച്ചെടുക്കുന്നു. അങ്ങനെ അവസാനം അത് മലാശയം വഴി നേരെ കക്കൂസിലേക്ക്. പിന്നെ അവന്റെ ഒരു ദഹനപ്രക്രിയ. അപ്പോ സുബീഷിന്റെ ദഹന പ്രക്രിയ നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്നു. കണ്ണൻ ചേട്ടാ ഇന്ന് മനു എന്ന് പറയണ കുട്ടിയെ ലേസർ ലൈറ്റ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. കണ്ണൻ ചേട്ടാ ലേസർ ലൈറ്റാ
അത് കണ്ണിലടിച്ച കാഴ്ച കൂടാ. അതിന് കണ്ണിലടിച്ചില്ല, അതേ ചുമരും അടിച്ചു. പശു ജോൺസ് മാഷ് എടുത്തോണ്ട് പോയി. കണ്ണൻ ചേട്ടാ അതേ എടാ നല്ല മഴ വരുന്നുണ്ടാ, നനഞ്ഞ് തീയുന്നു. അതെന്തേ, നമുക്കൊന്ന് മഴ കൊണ്ടുപോവാം. എന്റെ മഴ നനയാൻ പറ്റുന്ന സാധനം ഇരിക്കുന്നുണ്ട്. എന്നിട്ടാ അതൊക്കെ പറയാ. അതെ അവിടെ ഇരിക്കവാ. എവിടെ ഇരിക്കണം? പ്രാതണ്ടാവൂ. ഏയ് നീ അവിടെ കയറിണ്ടാ. കണ്ണൻ ചേട്ടാ ഇതെന്താ മഴയും വെയിലും? ഇന്ന് കുറുക്കന്റെ കല്യാണടാ. നിനക്കൊരു സാധനം കാണിച്ചത് ഞാൻ. എന്തുട്ടാ? നോക്കിയാ കണ്ടാ, സുബീഷിനെ അടിച്ചു പറ്റിയതാ. എന്തോരാ പാവൻ സുബിച്ചേട്ടൻ. പക്ഷെ മറ്റേ ശാസ്ത്ര ക്ലബല്ലേ? ആ അത് തന്നെ. അതില് കണ്ണൻ ചേട്ടനല്ലേ ഫസ്റ്റ് അടിച്ച സുബിച്ചേട്ടനല്ല? എടാ ഞാൻ വിട്ടെടുത്താലടാ, ക്ലീനർ ഞാൻ കാണിച്ചില്ല. അതിലും കൂടി ചോദിച്ചാൽ കറിഞ്ഞാലേ. പിന്നെ അച്ഛമ്മ പറഞ്ഞിട്ടുണ്ടാരും കരയിപ്പിക്കാൻ പാടില്ലാന്ന്. സ്കൂളിൽ നാളെ മറ്റന്നാളും പോണ്ടല്ല, കാർഡാണെങ്കിൽ എൻ്റെ ഇല്ലേ. കണ്ണൻ ചേട്ടത്തെ വാലോർക്കണ്. ഒന്നും മിണ്ടാണ്ടിരുന്നടാ. പറഞ്ഞല്ലേ ഇതാര്? കണ്ണന്? ആ മഞ്ജുളേട്ടനാ. എപ്പോഴാ ഗൾഫിൽ നിന്നേ? ഞാൻ ഇന്നലത്തേതാ. ഏയ്, ഇത് നമ്മുടെ ദാമോദരേട്ടന്റെ വീട്ടിലെ ഉണ്ണിയല്ലേ? ആ നീ പോലെ ചെക്കനായല്ലോ. നിനക്ക് ഓർമ്മയുണ്ടാ? നമ്മുടെ കിണർ നടന്ന മഞ്ജുളേട്ടൻ. അല്ല, നിങ്ങളെന്താ ഇവിടെ? അത് മഴ വന്നപ്പോഴേ ഇത് നനയാണ്ടിരിക്കാൻ. എന്തായാലും ശാസ്ത്ര ക്ലബില് ഉണ്ടാക്കി കൊണ്ടുപോയതാ. പക്ഷെ കാണിച്ചില്ല. ഫസ്റ്റ് അടിച്ചെന്നെ കാണിക്കാൻ പറ്റില്ല. അയ്യോ, അത് കൊള്ളാലോടാ. നീ എന്നത് കാണിക്കാൻ? സുബിച്ചേട്ടൻ കാണിച്ചെങ്കിൽ കാരനാണ്. പിന്നെ അച്ഛമ്മ പറഞ്ഞിട്ടുണ്ട് ആരെയും കരയിപ്പിക്കാൻ പാടില്ലെന്ന്. അതാ. അല്ല ഇതെന്ത് പാട്ട് വീട്ടില്? ഈ വീട് പേട്ടായാലോടാ. ആ പാട്ടി. ഇത് ഞാൻ വാങ്ങിയടാ. പണ്ട് ഇവന്റെയൊക്കെ വലിപ്പമുള്ളപ്പോ ഞാൻ ഇവിടെ ആയിരുന്നു. ഇവിടെ ആ മഴ മാറിയില്ല പോണ്ടാ, അല്ലെങ്കിൽ ഇവനെ അമ്മ അടിച്ച് പപ്പടാക്കുന്നെ. ഇത് വിളിച്ചേ. ശരി ഉണ്ണി, ശരി. സുബിച്ചേട്ടൻ വെറുതെ പറഞ്ഞാണ് ഇവിടെ പ്രാധാന്യം. ബാക്കിയുള്ളവന് പാടുണ്ടായിട്ടല്ല ഈ ചെയ്യണത്. ഇതേ കാരണന്മാര് പറഞ്ഞു വെച്ചിട്ടുള്ളതാണ്. ഉണങ്ങണീന് പൊടി ചവിട്ടി കയറരുതിട്ട. അപ്പടി മണ്ണ പൊടിയാണിത്. എന്താ കാട്ടണേ? ചെരുപ്പ് ചാണാക്കി തേങ്ങ. ചാണല്ലേ? ചാണം വെള്ളം വീടുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല. ഓ, ഞങ്ങളൊക്കെ ചെരുപ്പ് ഇട്ടും കൊണ്ടല്ല നടക്കണത്, ഓരോ പരിഷ്കാരം കൊണ്ട് നടക്കണേ. ആ ഇതിൽ കാട്ട്, ഞാൻ പോകുന്നു. അവക്കാതല്ലേ എടാ കണ്ണാ, നിന്റെ അച്ഛമ്മ എന്തിയടാ? അച്ഛമ്മേ എന്തേ മോളെ? അമ്മേ, ദേവന്റെ പല്ലൊന്ന് പറിക്കാനാ. നല്ല വേദന ഉണ്ട് ഇവന്. ആ ഇനിയിപ്പോ എന്താ? വാ കൊണ്ടാ അങ്ങോട്ട് ചെല്ല്. ഇങ്ങോട്ട് വാട പൊന്നെ. തേച്ച് കഴിവെച്ച ചെരുപ്പാണ്. അങ്ങനെ ചാണം മെഴുകി. നീ ഇന്നലെ എന്തിനാ ചിത്രേതം കാണാൻ വരേണ്ടുന്നേ? ഇന്നലെ നിന്നെ കാടടിച്ചു പറ്റിയില്ലേ? ആ അത് നോക്കിയിരിക്കായിരുന്നു. അടിപൊളി കാടൊക്കെ ഉണ്ടല്ലോ. ആടല്ലേ എനിക്കറിയാം. വാടാ, വാ നമുക്കൊരു കളി കളിക്കാം. ഇപ്പളാ? ആ ആന്നെവിടെ പരിപാടി? അതാ ചിരിച്ചല്ലേ? അവന്റെ വായിലെന്താ? പല്ലറച്ച് കൊടുക്കണ്. തേ നോക്കിയേ, എന്റെ അച്ഛമ്മ വാൻ എടുക്കണ്ട് പറിച്ചു കൊടുക്ക. ഇതായിരിക്കും അല്ലേ വേനെടുക്കാണ്ട് പറിക്കണേ? അല്ല, നിങ്ങൾ ഈ പറിച്ചോലൊക്കെ എന്തുട്ടിയാണ്? പൊരപ്പുറത്തേക്കറിയും. എടാ മണ്ടാത് പൊരപ്പുറത്തറിയല്ലേണ്ടേ? അതെ, കീരിക്ക് കൊടുക്കണം. നമ്മുടെ പല്ല് കീരിക്ക് കൊടുത്താൽ കീരിയുടെ പല്ല് നമുക്ക് തരും. കീരി തരും, പക്ഷെ ഞാൻ തരല്ലോ സുബിയ. കാട് മൊത്തം എന്റെ കയ്യില്. പിന്നെ നീ ഇനിയും കളിച്ച ഇനിയും അത് കളിച്ചാലടാ അറിയാൻ പറ്റുള്ളൂ. നിനക്ക് പേടിയാണെങ്കിൽ അത് പറയടാ. എനിക്ക് സമയമില്ലടാ. പോടാ സുബിയ. സ്കൂൾ വെച്ച് ഇന്നലെ ഉറക്കിയിട്ടില്ലേ ചെക്കൻ? വേനില്ല പറഞ്ഞിട്ട് ചോരണ്ടില്ല. വേദന ചെയ്താ പക്ഷെ ചാണത്തിന്റെ രുചി. അതിന് നീ എപ്പോഴാ ചാണകം നിന്നേ? പോയി വാ സോപ്പിട്ടടാ. തെങ്ങേറാൻ വരൂല. വേഗം നടക്കടാ. ആകെ പാടിയൊരു തേങ്ങയുള്ളൂ. എന്ത് കാണിക്കാനാണ്? കണ്ണൻ ചേട്ടാ, ഒരു പ്രശ്നമുണ്ട്. എന്ത്? പുതിയ പമ്പരാ. നീ പ്രശ്നം പറ. അതെ, ഈ ചാർട്ട് പേപ്പറിലെ വലുതായിട്ട് ഒരു എറു എഴുതണം. ആ എറു അല്ലേ? ആ നമുക്ക് എഴുതാം.
അതിപ്പോ കണ്ണൻചാട്ടൻ പറയണ പോലെയല്ല, ഭയങ്കര കഷ്ടപ്പാടാ. ഇങ്ങനെ ഒരു പാമ്പ് പോലെ ഒരു സാധനം ഇങ്ങനെ ചുറ്റിപ്പടർന്ന് അങ്ങനെ ഒരു സാധനം അത് വരക്കണ ഇതില്. എന്റെ ക്ലാസ്സിലൊരു കുട്ടിയുണ്ട്, അവള് നന്നായിട്ട് വരയ്ക്കും ഓരോക്കെ. അന്നൊരു ദിവസം വരച്ചുകൊണ്ട് രമ 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 അവള് നന്നായിട്ട് എഴുതും. അന്ന് ക്ലാസ്സിൽ വന്നപ്പോ എഴുതി കൊണ്ടുവന്നതാ. വീടറിയോ? മറ്റേ സ്കൂട്ടറുള്ള വീട്. സ്കൂട്ടറുള്ള വീട് ചെരിച്ച് ചാട്ടയാണല്ലേ? അതന്നെ ആ വീട്. നമുക്ക് പോവാ. നിക്കടെ ഷർട്ട് ഇട്ടെ. പാടോ സ്കൂട്ടർ ഇത് രമയുടെ വീടാണോ? വിളിക്കണ്ടാ, ചീത്ത റോഡാ. ചോദിക്കറാ ചോദിക്കി. ഞാൻ രമയുടെ കൂടെ സ്കൂളിൽ പഠിക്കണതാ. ഉണ്ണി ദാമോദരൻ. പാട്ടൊന്നുമില്ല. പാടുന്നു പരമ്മ പേരും. നീ നാണയം പാറയിലെ നാണിയുടെ മകൻ സുകുമാരന്റെ? സുകുമാരന്റെ മോനാണ് കണ്ണൻ. അങ്ങനെ പറ. സുകുമാരന്റെ മുറിച്ച മുറിയാ നീ. നാണി ഇപ്പോഴും ഉണ്ടോടാ? അച്ഛമ്മ വീട്ടിലുണ്ട്. നാണി ഞാനും വലിയ കൂട്ടായിരുന്നു. അവളോടെ നടക്കാൻ പറ്റുകയാണെങ്കിൽ ഒന്ന് ഇങ്ങോട്ട് വരാൻ പറയോ? ഒന്ന് കാണാനാ. അമ്പലക്കുളത്തിനടുത്ത് പുളിക്കത്തറയിലെ കാർത്തിയായനി പറഞ്ഞു എന്ന് പറ. അവള് വരും. പുളിക്കത്തറയിലെ കാർത്തിയായനി അത് തന്നെ. വലിയ ചങ്ങാതിമാരായിരുന്നു. ഇപ്പൊ ഓർമ്മയുണ്ടോ എന്തോ? അതുപോലെ തന്നെയാ മാമേ. ഞാനും രമയും വലിയ ചങ്ങായിമാരാ. ഒന്ന് വിളിക്കൂ. അതിന് നീ ഏതാ മോനെ? രമയുടെ അമ്മമ്മയും കണ്ണൻചാട്ടന്റെ അച്ഛമ്മയും വലിയ കൂട്ടുകാരല്ല. വെറുതെ പറയാവൂ. അമ്മമ്മക്ക് ചിലതൊന്നും ഓർമ്മയില്ല, പറഞ്ഞാലും മറക്കും. ചെറിയ വട്ട. അതെ. അതെ, ഞങ്ങള് വന്ന എന്താണെന്ന് വെച്ചാല് ഈ ചാർട്ട് പേപ്പറിൽ വലുതായിട്ട് നല്ല ഭംഗിയിൽ എഴുതി കൊണ്ടുവരോ. അന്ന് 2ാം ക്ലാസ്സിൽ എഴുതി കൊണ്ടുവന്ന പോലെ. ഈ ഉണ്ണിക്ക് ഭയങ്കര ഓർമ്മയാ. അതൊക്കെ ഉണ്ട്. അതുപോലെ ഇതിലും കൂടി എഴുതി തരോ? അയ്യോ, അത് ഞാനല്ലാതെ എഴുതിയത്. നീ സ്കൂളൊന്നും ആരോട് പറയരുതട്ടാ. എനിക്ക് അപ്പുറത്ത് വീട്ടിലെ പാത്തു വെച്ച് എന്താ. പാത്തു വെച്ച് നന്നായി പാടവും വരയ്ക്കും. ഈ സുന്ദരിയാടും പാത്തു ചേച്ചിയുടെയാ. ഫാത്തിമ. ഇത് ഫാത്തിമ ബഷീർ. അപ്പച്ചൻ കേടേ? ഫാത്തിമയുടെ പാട്ടില്ല. പാട്ട് നല്ല രസമുണ്ടായിരുന്നു. കണ്ണന്റെ അനിയനാണോ ഉണ്ണി? അനിയനാ. നാളെ വരാട്ടാ. ശരി. ഒന്നിക്കടാ. പാട്ട് പാടിയാ എന്തായാലും സ്കൂളിൽ ഫസ്റ്റ് കിട്ടും. അമ്മമ്മ അപ്പൊ ശരിട്ടാ. അച്ഛമ്മയോട് പറഞ്ഞോളാട്ടോ. കണ്ണൻചാട്ടാ, എന്താ എന്റെ മനമ്മ വെച്ച് സുബിച്ചേട്ടൻ കണ്ട്. കണ്ണൻചാട്ട സുബിച്ചേട്ടൻ. കുറച്ചുള്ളൂ. ബാക്കി വീട്ടിലാ. നമുക്ക് നാളെ കളിക്കാം. മതി. പിന്നെ നീ ആരോടും പറയാൻ നിൽക്കണട്ടാ.
ശരി പോട്ടെണ്ണ. എടാ ഉണ്ണി പിന്നെ ഉമ്മോച്ച എന്തായാലും കുട്ടികളുണ്ടാവൂട്ടാ. പോട്ടെ. കണ്ണൻ ചേട്ടാ ശരിക്കും കൂട്ടിണ്ടാവോ? നീ എന്തിനും ഉമ്മയ്ക്കാൻ പോയത്? ഇത് ശരിയാവൂടാ. പിന്നെ വേണ്ട പെട്രോൾ കണ്ടവരെ ചടാനുണ്ടായിരുന്നു. നീ ഇത് നശിപ്പിക്കോ? നീ ഓടിച്ച് നശിപ്പിച്ചല്ലേ? വണ്ടി ശരിയാക്കണ്ട മഞ്ജുലേട്ടോ. വണ്ടിയൊക്കെ ശരിയാക്കാൻ അറിയോ? പിന്നെന്താ, വണ്ടി ഉണ്ടാക്കില്ലടാ നമ്മള്. നിങ്ങളിത് എവിടുന്നാടാ ഈ വഴി? ആ അത് ശരിയാണല്ലോ. ചാട്ടാ നിങ്ങളവിടെ പോയെന്ന് പറഞ്ഞേ? കവലില്ലേ അവിടെ ആ സൈക്കിളിന്റെ വട്ടില്ലേ? ഏത് ഈ വഴി ഉണ്ടല്ലേ? നല്ലോണം നല്ല ആൾക്കാരാ. എന്നാ വിട്ടാലോ? അയ്യോ ടീച്ചർ. അതിന് നീ എന്തിനാ പഠിക്കണേ? മാഷിൻ ടീച്ചറൊക്കെ അവിടെ സ്കൂളില്. നീ ധൈര്യമായിട്ടിരിക്കണം. ഇവർക്കായിട്ടാണ് കൂട്ട്. ഇവിടെ ഇരിക്കാണ്ട് വീട്ടിൽ പോകാൻ നോക്കി രണ്ടാളും. ടീച്ചർ പറഞ്ഞില്ലേ നേരെ വൈകാണ്ട് വീട്ടിൽ പോ. മഞ്ജുലേട്ടോ ഓ സംശയം ചോദിച്ചോട്ടെ? നീ ചോദിക്കടാ, നീ നമ്മുടെ ഭാവി കണ്ടുപിടുത്തക്കാരനല്ലേ? ആ ഉമ്മച്ച കുട്ടി ഉണ്ടാവോ? അയ്യോ ഭയങ്കര സംശയമാണല്ലോടാ. ഉമ്മയാ? ഞാനൊക്കെ എപ്പോഴും ഈശ്വര. സത്യം പറഞ്ഞേ, നീ ആരെങ്കിലും ഉമ്മ വെച്ചാ? പറഞ്ഞാണ്. ആര് പറഞ്ഞു? ബബിൾക്ക് സുബി. സുബി, ബബിൾ ഗം സുബി. അവൻ പറഞ്ഞ പിന്നെ കുഴപ്പമില്ല. ഒരു ഉമ്മ വെച്ചാ കുഴപ്പമില്ല, ഒന്ന് കൂടുതൽ വെച്ചാ കുറച്ച് പ്രശ്നം. ഞാൻ പറഞ്ഞില്ലടാ. ശരിക്കും ഉമ്മച്ച കുട്ടി ഉണ്ടാവോ? ഓ അതെനിക്കറിയില്ലല്ലേ. ഞാൻ പത്തിത്തോറ്റാണേ. ആ ഉണ്ണിയാ ഉമ്മച്ചിട്ടുണ്ടാ? ഉറപ്പല്ലേ? എന്ത് പറ്റി? മുഖത്തിനൊരു വാട്ടം. ആരെങ്കിലും ആയിട്ട് തല്ലുകൂടിയാ? തള്ളൊന്നും ഞാൻ പിടിച്ചിട്ടില്ല. പിന്നെന്തേ? ഒന്നുമില്ല. ആ പിന്നെ നാളെ ഞാൻ സ്കൂളിൽ പോണില്ല. എന്താണ് നാളെ പോവാത്തത്? പോണില്ല. ആ കുറുമ്പ് കാട്ടിയാ? ഒന്നില്ലേ, അവന്റെ മാവന്റെ പൂരത്തിനോണ്. ഞാൻ ഒറ്റയ്ക്കുണ്ടച്ചമ്മ. അതിനിപ്പോ എന്താണ്? അവനുണ്ടായിട്ടാണോ നീ ഇത്ര നാൾ സ്കൂളിൽ പോയിരുന്നത്? അതെ, അച്ഛന്റെ ഭാര്യ ആവാൻ പോവുകയാണോ? എന്ത് നോക്കിയാലും ഇതിൽ അച്ഛൻ അച്ഛൻ അച്ഛനെ പറയണേ. പിന്നെ അല്ലാണ്ട് പിന്നെ എന്തെന്ന് പറയണം? ഞാൻ ക്ലാസ്സിലൊന്നും പോണല്ലോ. പിന്നെ ആ ഞാൻ പോയെന്ന് ഒറ്റക്ക് തിന്നെ കളി അല്ല കഥ. നീ ഇത് നശിപ്പിക്കണ്ട. ഇപ്പൊ നല്ല രസമുണ്ട്, നല്ല സുന്ദരനായിട്ട്. ഇതിനിറക്കം കുറവേ ഉള്ളൂ. ഇതാ കളർ നോക്ക്, നല്ല രസമുണ്ട്. ഇത് നല്ലടാ, നിങ്ങളെല്ലാരും നോക്കും. നോക്കോ? പൂരത്തിന് പോയില്ലേ? ആ കണ്ണൻ ചേട്ടാ, ഞാനേ ഇന്ന് മാമന്റെ അവിടെ പൂരത്തിന് പോകട്ടാ. കണ്ണൻ ചേട്ടനും കൂടി പൂരത്തിന് കൊണ്ടായിരുന്നു അല്ലേ? വേറെ വഴിക്ക് പൊക്കൂടെ? തനിച്ചാ ഉണ്ണില്ലേ? എന്താ വകറ്, ഞാനേ ഡബിൾ വയ്ക്കാൻ പഠിച്ച് കാണിച്ചു തരാം. അടാ ഞാനും പഠിച്ച്. ഞാൻ നിന്നെ വെച്ചൊന്ന് ഡബിൾ വെച്ചോട്ടെ. അത് വേണ്ട, ഞാൻ ഓടിക്കാം. നിനക്കെന്നെ വെച്ച് ഓടിക്കാനൊന്നും പറ്റില്ല. ഞാനേ ഭയങ്കര ശക്തിമാനാ. വകറ് കേട്ടാ. അയ്യേ, ബാഗിലെ പാത്രം ലീക്ക് അടിച്ച്. ഇനി ലീക്ക് അടിക്കില്ല, ചൂടാറാത്ത പാത്ര. പോത്തിറച്ചിയാ? അയ്യോ പുളു. ഉരുളക്കിഴങ്ങറില്ലടാ. ഉരുളക്കിഴങ്ങിട്ട പോത്തിറച്ചിയാടാ മണ്ട. പിടിച്ചിരുന്നോട്ടാ, സ്പീഡ് ചവിട്ടാൻ പോവാ.
പെട്ടെന്ന് എത്തിക്കണം. ഒരു ബൾബ് ഇട്ടാൻ പറഞ്ഞത് ഇങ്ങനെ ഇട്ടരാനല്ല. ഒരു സഹായത്തിന് വിളിച്ചിട്ട് ഉപദ്രവല്ലേ വിജയ്? ഒരു ബൾബ് ഇടാറില്ല, പിന്നെ നീ എന്തുട്ട് ഇലക്ട്രീഷാടാ? നല്ല പണിയാണ്, പണിക്കാരനാണ്. നല്ല പണിയാ, ഒരു തേങ്ങ അറിയില്ല. അല്ലൊടുക്ക് കയറ്റിക്ക് പറഞ്ഞ ടീച്ചറല്ലേ? അവര് ബെഞ്ചിലൊന്നും അല്ല പോണേ. ആ സുന്ദരി ടീച്ചറല്ലേ? കണക്കാ കാര്യമില്ല. ഇതിപ്പോ എന്താ ചെയ്യണ്ടേ? പെറുക്കണ്ടേ? കുട്ടാ, എന്ത് ഈ കത്താത്ത നിന്റെ അച്ഛന്റെ പ്രായമുള്ള ബൾബ് പൊട്ടേനാണോ? നീ ടീച്ചറിന്റെ മുമ്പിൽ ആളായത് വേണ്ടട്ടോ. വിജയ് പാരക്കട അങ്ങട് മാവേലിപ്പാട്ടിന്റെ താളത്തിൽ മേളത്തിൽ ഫാത്തിമല്ലേ മണിമാണിക്യം പോലുള്ള ഫാത്തിമേ, നിനക്ക് പാടിക്കൂടെ? ദൈവമൊക്കെ പറഞ്ഞല്ലോ രമയുടെ വീട്ടിലേക്ക് നന്നായിട്ട് പാടിയല്ല. പിന്നെന്താ? അത് പിന്നെ ദേവുന് സ്റ്റേജിൽ കയറാൻ പേടിയില്ല. അയ്യേ, നിനക്ക് പേടിയാണോ? ആ അത് തന്നെ, നിനക്ക് പേടിയാണ്. പതുക്കെ ഞാൻ നിന്നോട് ചോദിച്ചേ, നിനക്ക് ഈ ബിബി സുഭിഷ്ണപ്പം കളിക്കാൻ പേടിയാണോടാ? അതെ, ഇവിടെ നിന്ന് സംസാരിക്കാൻ പാടില്ല, അങ്ങോട്ട് പോയേ. ഓ പിന്നെ വാടാ, നിന്റെ നാളെ കൊറേ അപ്പൊ അത് എന്താ സങ്കടാണോ? കൊള്ളാലോ. ആ ദേവിക്കണ്ടല്ലോ. ഭയങ്കര കളിയാണല്ലോ. വിശപ്പൊന്നും ഇല്ല ഇന്ന്. തെറ്റിച്ച് അമ്മക്ക് ചോറന്ന് എനിക്ക് അച്ഛൻ 4 മണിക്കൊന്നും തന്നില്ല. കഴിച്ചോടാ. അവല ഇത് ശർക്കര നാളേരൊക്കെ ഇട്ട് നല്ലാടാ. രാത്രി അവലാണോ തിന്നണമ്മ? മോനെ അരി തീർന്നൂടാ. അമ്മ കടയിൽ നിന്ന് വന്നപ്പോഴാ കാണണേ. നമുക്ക് നാളെ വാങ്ങിക്കാടാ കണ്ണ. അച്ഛമ്മരെ കൊണ്ടൊന്നും മേടിപ്പിക്കുന്നില്ല, അല്ലെങ്കിൽ കാശൊന്നുമില്ല, ഞാൻ പോയി മേടിക്കൂലേ. എന്റെ കണ്ണ, അച്ഛമ്മ വയ്യാണ്ടപ്പുറത്ത് കിടക്കുക. അച്ഛമ്മക്ക് എന്താ എന്ത് വയ്യായാന്നോ? നീ പനിവരം കള്ളപ്രാർത്ഥന പ്രാർത്ഥിച്ചില്ലേ? ആ വയ്യായിപ്പോ അച്ഛമ്മയ്ക്കാ വന്നിരിക്കണേ. അച്ഛമ്മയുടെ അപ്പുറത്തുണ്ട്. കഴിക്കടാ മോനെ. എടാ കഴിച്ചിട്ട് പോടാ. എനിക്കൊന്നും വേണ്ടാവില്ലേ? തൊടണ്ട, പൊയ്ക്ക, പകരൂ. അച്ഛനക്ക് അയ്യ. മഞ്ജുറോട്ടൊരു പാമ്പുണ്ടായിരുന്നല്ലോ, അതവിടെ പോയി. ഇവിടെ ഉണ്ടായിരുന്നല്ലോ. ഇന്നച്ചമ്മ ഇത് വെച്ചാ മതി, പെട്ടെന്ന് പനി പോവും. വല്ലതും കഴിച്ച? ഞാൻ തിന്നോളാം. നീ ഇത് കഴിച്ചേ. ആ താ. അമ്മ ഈ തുണി വീണ്ടും നനച്ചിരുന്നാ? വേണ്ട, വെള്ളം കൊടുത്താ. എന്നിട്ട് ബബിൾക്കം വിഴിഞ്ഞ ഇന്ന് രാത്രി നീ കിടന്നിട്ട് എണീച്ചാലേ നീ ചത്തു. സുഭീഷണന്റെ കളി ഒട്ടാകണ്ണ. പേടിക്കണ പേടിക്കണ ആകട്ടെ തുറക്ക്. കുഴപ്പമില്ലടാ. ഉച്ചക്ക് ചാളക്കൂട്ടണേന്നല്ലേ? ചത്തുപോവോ? ആ സുഭീഷണ പറഞ്ഞേ പുള്ളായിരിക്കുള്ളൂ. സുബിച്ചേട്ടാ എല്ലാ ദിവസവും കടിക്കുന്നതല്ല, പിന്നെ ആ കടയിലത്തെ ചന്ദ്രേട്ടനും പറഞ്ഞില്ലേ ഇതെന്തായാലും പുള്ളല്ലായിരിക്കും. ആ അത് ശരിയാട്ടാ, അവന് ദാന പ്രക്രിയ അറിയാ. പിന്നെ നീയേ ഉറങ്ങാണ്ടിരിക്കും. ഉറങ്ങിയാലേ ചത്താളോ. നീ പിന്നെ അച്ഛനോട് അമ്മനോടൊന്നും പറഞ്ഞാട്ടാ, നല്ല അടിയിട്ടാ. കണ്ണൻചേട്ടാ, ഞാൻ ചത്തുപോയാലേ എനിക്ക് വാവേനെ കാണാൻ പറ്റില്ല, കണ്ണൻചേട്ടനെ കാണാൻ പറ്റില്ല, രമേനെ കാണാൻ പറ്റില്ല. എന്നെ ഒന്ന് രക്ഷിക്കോ? ആ രക്ഷിക്കാടാ. നീ കുറെ വെള്ളം കുടിച്ചോ, പിന്നെ വേണമെങ്കിൽ ഒന്ന് പ്രാർത്ഥിച്ചോ. അപ്പത്തേക്ക് ഞാനൊരു നീ രക്ഷപ്പെടാനുള്ള വഴി കൊണ്ടുവരാം. ആ ചത്തു. ഏയ് അന്ന് സുഭിച്ചേണ്ട ദിവസമായിരുന്നു. ഞാൻ ശരിക്കും പെട്ടുവേടാ. ചില ദിവസം എങ്ങനെയാ. ഇപ്പൊ ഞാൻ പെട്ടില്ലേ. അപ്പോ വീണ്ടും നിങ്ങൾ സുഭിച്ചേനോട് തോറ്റ് തുന്നാൻ പാടില്ലേ? തോറ്റ് നാണം കിട്ടുപോയി. ശരിക്കും കുറെ തോറ്റാലും ഉണ്ണിയും കണ്ണൻ നിന്നിട്ട് അടിപൊളി. ആദ്യം ഞാൻ അങ്ങനെയൊക്കെ തന്നെ വിചാരിച്ചേ. പിന്നെയല്ലേ ചക്രത്തിന്റെ കാര്യം മനസ്സിലായി. ചക്രത്തിന്റെ കാര്യോ? ആ പിൻചക്രവും മുൻചക്രവും ആ എല്ലാം പറയടാ.
ടയർ ശരിക്കും വെച്ച് അപ്പൊ ബബിളും പഞ്ചരട്ടിയല്ലേ? ചെറുതായിട്ട് ചെറുതാണല്ലേ. ഓക്കെ. അപ്പൊ ബബിളും വീങ്ങിട്ട് എന്തായി? ചാകാതിരിക്കാൻ നമ്മൾ ദൈവത്തെ വിളിക്കില്ലേ? അങ്ങോട്ട് മനസ്സറിഞ്ഞു വിളിച്ചു. ദൈവമേ ഞങ്ങളെ മഞ്ഞറാക്കുന്ന നീയെന്നോ ഇന്ന് നല്ല ഉണ്ണിയായല്ലോ ദൈവമേ. എന്ത് പറ്റിയാവോ? നാഴമേറും നിൻമഹശാഴിയിൽ ങ്ങളാകവേ കണ്ടിട്ട് എന്തായി? രക്ഷിക്കോ? എവിടേക്കറാ ഉണ്ണിടമ്മ? രണ്ടാള് തൊപ്പിക്കുന്നുണ്ടല്ലോ. കണഞ്ചേട്ടാ, അതെ കണഞ്ചേട്ടൻ നീ വണ്ടി എടുത്തോ, വേണമെങ്കിൽ ഈ മുറിയിലത്തെ എന്തെങ്കിലും എടുത്തോ. വണ്ടി അതെ ഈ വെളിച്ചെണ്ണ വന്നിട്ടില്ല. അതെ ഈ വെളിച്ചെണ്ണ പുരട്ടിയാ പിന്നെ ചക്കപ്പശ ഒട്ടൂല. ഒട്ടില്ലേ? ഇല്ല. ദേ ഇങ്ങനെ കയ്യിലാക്കി കൊടുത്താ മതി. ഡൗണേ നിനക്ക് വല്ല മനസ്സിലായ? ഇല്ല കണഞ്ചേട്ടാ, ഇതൊക്കെ ഇത് കേടായി. അതൊക്കെ നമുക്ക് ശരിയാക്കടാ. എടാ മണ്ട, നീ കുറച്ച് വെളിച്ചെണ്ണ കുടിച്ചാൽ മതി. ബബിൾക്കത്തിന്റെ പശ പോവും. എന്തായാലും പോവും. പിന്നെ ഈ പോലീസ് വണ്ടിയില്ലേ, ഞാൻ ശരിയാക്കി തരാം. നീ പോയി ആരും കാണാതെ കുറച്ച് വെളിച്ചെണ്ണ കുടിച്ചോ. പക്ഷെ വണ്ടി തന്നെ ശരിയാക്കി തരണട്ടാ. താ. അതെ പിന്നെ വേണമെങ്കിൽ നീ ഒന്ന് ഉറങ്ങാണ്ടിരുന്നു. ഉറങ്ങാനല്ലേ ചത്തുള്ളൂ. നീ പഠിക്കണട്ടാ. മോനെ പായസം. കണ്ണ എന്താ ഈ നേരത്ത്? എന്നിട്ടാണ് ഞാൻ പായസനാ? അതെ പായസ. നീ വാ. എന്തിനാ പായസം കളഞ്ഞ? ഇന്നെ പറഞ്ഞാലായിരുന്നു. ആണോ? അതെ ഈ ബാക്കിയുള്ളതിലേ പാറ്റ വീണു, അതടാ കളഞ്ഞേ. അയ്യോ കഷ്ടാലോ. പായസമുള്ള കേക്ക് കുറിച്ച് കഴിഞ്ഞാ? കേക്ക് മുറിക്കാം. മഞ്ജുള ചേട്ടോ, ഞാൻ വന്നതേ നോക്കിയേ, ഇത് ഉണ്ണിയുടെ ബൈക്കാ. ആകെ പോയി ഒന്ന് ശരിയായി തരുമോ? നോക്കട്ടെ. അയ്യോ ഇത് കൊള്ളാലോടാ. പ്രിയപ്പെട്ട കണഞ്ചേട്ടാ, ഇതുണ്ണീതിന് കത്താ. ചേട്ടൻ പറഞ്ഞ പോലെ ഞാൻ വെളിച്ചെണ്ണ ഓടിച്ചു. വലിയ രസമില്ല, വേർക്ക് വേദന എടുക്കുന്നുണ്ട്. ഞാൻ ശരിക്കും ചത്തു പോകുന്ന തോന്നണേ. ഇങ്ങനെ ഞാൻ ചത്തുപോയാ എൻ്റെ മീൻ കുഞ്ഞിന് ശക്തിമാൻ്റെ സ്റ്റിക്കർ കണഞ്ചേട്ടൻ എടുത്തോട്ടാ. പിന്നെ എൻ്റെ കയ്യിൽ മറ്റേ മുനെ മാറ്റി നിറക്കണ പെൻസിലുണ്ട്. ഈ കത്ത് അതുകൊണ്ട് എഴുതണേ. അത് രമയുടെയാ. അവൾക്കത് ചേട്ടൻ തിരിച്ചു കൊടുക്കണം. എന്നിട്ട് അവളുടെ അടുത്ത് ഞാൻ ബബിൾക്ക് നിന്ന് ചത്തുപോയി എന്ന് പറയണം ട്ടാ. ഇത് കേട്ട അവള് കരയൂ? അമ്മ എന്തായാലും കരയും. അച്ഛനും അവരോട് കരയേണ്ട സാരില്ല എന്ന് പറയണട്ടാ കണഞ്ചേട്ടാ. കുറച്ച് ദിവസം കഴിഞ്ഞാൽ കുഞ്ഞാവ് വരും. അപ്പൊ ഇനി അവരെന്നെ മറക്കോ കണഞ്ചേട്ടാ? കണഞ്ചേട്ടൻ എന്നെ മറക്കോ? മറക്കല്ലേട്ടാ. എല്ലാവരോടും പറഞ്ഞോളൂ എന്നെ മറക്കല്ലേ. ടാറ്റാ ബൈ ബൈ. നീ ദാമോദരൻ.
ഈ ചെറുക്കകത്തും ഒരു ശബ്ദം ഉണ്ടല്ലേ, വിഷുവിന് തലച്ചക്രം കറങ്ങണ മാതിരി. നീ ഉണ്ടിക്ക് പഠിക്കാണ്ടത് വെള്ളം വെച്ച് കെടുത്താ നോക്കി. തേക്കാനത് മതിയാ? കെടുത്തട്ടെ? മതി മതി, നീ അത് കെടുത്തിയ. അവന്റെ യൂണിഫോം എന്തെങ്കിലും തേക്കണ്ട. ഉണ്ണിടമ്മേ, എന്തോ ഉണ്ണിണ്ടില്ലേ? അവനെ നീറ്റില്ലടാ. അതെയാ? അവനെ പോയി വിളിച്ചാലോ? കൊറേ നേരം ഉറങ്ങണു. അത് ശരിയാ, ഇങ്ങനെ ഉറങ്ങാറില്ലല്ലോ അവൻ. നീ ഒന്ന് പോയി വിളിച്ചു നോക്കിയേ. നീറ്റോ? നീ കണ്ട നീ വാ വാ, നീ ഉറങ്ങിയില്ലേ? എന്തെല്ലാം കുഴപ്പമുണ്ടാ? കണ്ണൻ ചേട്ടോ, മുക്കട ശരിക്കും മുക്ക് മുക്കി നോക്ക്, അപ്പൊ പോവും. പോയാ പോയാ ഞാനിപ്പോഴും ജീവിച്ചിരിക്കണേ അറിയണ ചാത്തനെ അല്ലല്ലേ? അതേല്ലേ. എന്നിട്ട് കണ്ണൻ വണ്ടി ശരിയാക്കിയ? ഇന്നലെ ഞാൻ മഞ്ജുള ഞാൻ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് മഞ്ജുള ഞാൻ നമ്മ വിചാരിക്കുന്ന ആളട്ടെ മോനെ, വലിയ കണ്ടുപിടുത്തക്കാരനാ. ആ മഞ്ജുള ഞാൻ വീട്ടിൽ മുഴുവനേ വണ്ടി ശരിയാക്കണ സാധനങ്ങളാ. തീ കത്തിട്ട് കറങ്ങണ ഫാമരി ഉണ്ട്. ആ എന്നിട്ട് വണ്ടി ശരിയാക്കി തന്നാ? അത് മാത്രം ആൾക്കാരില്ലെന്ന് പറഞ്ഞു. എന്നിട്ടേ ഇപ്പൊ എന്താ ചെയ്യാ? എന്ത് വണ്ടി എങ്ങനെ ശരിയാക്കി? നീ നീ പേടിക്കണ്ട, ഞാൻ ശരിയാക്കി തരാ. ശരിയാക്കി തരോ? അതേല്ലേ. എന്തിനാ? അയ്യോ കണ്ണൻ ചേട്ടാ, എനിക്ക് വീണു വന്നു.